എൻ്റെ പേര് ജോസ്, എൻ്റെ ഭാര്യയുടെ പേര് ജിജി. എറണാകുളം ജില്ലയിൽ പുല്ലുവഴി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഉടമ്പടി എടുത്തത് 13/10/23 അമ്മ മാതാവും യേശുവും ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഇലക്ട്രിക്കലിൻ്റെ വർക്കാണ്. ജനുവരി 20-25 ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോതമംഗലം കുത്തുവഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൈപ്പ് മുകളിൽ നിന്ന് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ സൺസൈഡിൽ ഞാൻ ചെറിയൊരു കോണി വെച്ച് ഞാൻ പണിതുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ അവിടെ അതിര് തിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന പാറക്കല്ലിൻ്റെ മുകളിലേക്കാണ് ഞാൻ വീഴുന്നത്. പാറക്കല്ലിൻ്റെ മുകളിലേക്ക് വീണ് എൻ്റെ തല ഇപ്പോൾ കാണാം, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ മുറിവാണ്. ആ മുറിവ് ഡോക്ടറുടെ അടുത്തുനിന്ന് മൊബൈലിൽ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. അത് ഒന്ന് നോക്കാനേ പറ്റുള്ളൂ. 32 സ്റ്റിച്ചുണ്ട് എൻ്റെ തലയ്ക്ക്, 32 സ്റ്റിച്ച്. അതുപോലെ തന്നെ ഫൈനൽ കോഡിനാണ് എനിക്ക് കംപ്ലയിൻറ്റ് പറ്റിയത്. ആദ്യം കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിലാണ് എന്നെ കയറ്റിയത്. അവിടെ കയറ്റിക്കഴിഞ്ഞ് എൻ്റെ ശരീരത്തുണ്ടായിരുന്ന ലുങ്കി കൊടുത്ത് തല കെട്ടിയിട്ട് ബ്ലഡ് നിൽക്കാത്തതുകൊണ്ട് കൂടത്തിൽ പണിതുകൊണ്ടിരുന്ന ആളുടെ ലുങ്കി ഊരി എൻ്റെ തലയിൽ കെട്ടുകയത്. അതുപോലെ ബ്ലഡ് പോയി. അത് കഴിഞ്ഞ് കോതമംഗലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഈ വ്യക്തിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് ഒന്നുകിൽ രാജഗിരിക്കോ അല്ലെങ്കിൽ കോലഞ്ചേരിക്കോ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എന്നെ അവിടുന്ന് ആംബുലൻസ് വിളിച്ച് ആദ്യം കോലഞ്ചേരിക്കാണ് കൊണ്ടുപോയത്. കോലഞ്ചേരി ചെന്ന് അവർ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നടക്കും, ചിലപ്പോൾ പുള്ളി നടക്കില്ല എന്ന് പറഞ്ഞു. ഫൈനൽ കോഡിനാണ് കംപ്ലയിൻറ്റ് പറ്റിയിരിക്കുന്നത്. അവർ അവിടുന്ന് എൻ്റെ തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് പറഞ്ഞു അവരിങ്ങനെ ഒരു ഉറപ്പ് പറയാത്തതുകൊണ്ട് ഞങ്ങൾക്കും ഇതായി. അപ്പോൾ അവിടുന്ന് അവർ തലയ്ക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയത്തിന് പൊക്കോളാമെന്ന് പറഞ്ഞു. കോട്ടയത്തിന് അവിടുന്ന് ആംബുലൻസ് വിളിച്ച് കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ ഞങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇപ്പം എങ്ങും ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല, ഒരു ഏപ്രിൽ മെയ് മാസമൊക്കെ ആവും, പക്ഷേ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അവിടുന്ന് തന്നെ വേറെ ആംബുലൻസ് വിളിച്ച് നേരെ അമൃതയിലേക്കാണ് പോയത്. നേരെ അമൃതയിൽ ചെന്ന് ഞങ്ങൾ ഈ സ്കാനിങ് റിപ്പോർട്ടും ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കോലഞ്ചേരി ചെയ്ത് ഒന്നും ഇവിടെ എടുക്കില്ല, ഇവിടെ ഒന്നൊന്നും തൊട്ട് തുടങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു. അവർ അവിടെ സ്കാൻ ചെയ്തു, MRI ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പക്ഷേ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ 8 കിലോ തൂക്കമുള്ള കട്ടി ബാക്കിൽ നിന്ന് എന്നെ ഇടുകയത് പുറകിലേക്ക്. അത് ഈ കഴുത്ത് നേരെയായിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസം ICU കിടന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി ഡോക്ടർ തോളത്ത് തട്ടിക്കൊണ്ട് എന്നോട് പറഞ്ഞു യു ആർ എ ലക്കി മാൻ, നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കാനിങ്ങിൽ കണ്ടതനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് എന്നെ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ 14 ദിവസം അമൃതയിൽ ട്രീറ്റ്മെൻറ്റായിട്ട് കഴിഞ്ഞു. 14 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷെ ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ എൻ്റെ ആൾക്കാർ എൻ്റെ ഭാര്യേനെയും എൻ്റെ വീട്ടുകാരെയും വിളിച്ചിട്ട് പറഞ്ഞു മഹാ അത്ഭുതമാട്ടോ, കാരണം ഇങ്ങനെ MRI കണ്ടതനുസരിച്ച് ജോസ് എന്ന് പറഞ്ഞ വ്യക്തി എഴുന്നേറ്റ് നടക്കില്ല, ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റ് എടുക്കും, പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കണ്ടതനുസരിച്ച് പുള്ളി 0 പോയിൻറ്റിലാണ്, മലോ മൂത്രോ പോകും, അങ്ങനെ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോലഞ്ചേരിയിൽ വെച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഫോൺ വിളിച്ച് പറഞ്ഞു ജോസ് ഇങ്ങനെ വീണു, കാലിനാ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ജിജി അവിടുന്ന് ഭാര്യ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ ആശുപത്രിയിൽ വന്നപ്പോൾ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ICUന്ന് ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോൾ ജിജി ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജിജിയുടെ വർക്ക് ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കി തല മൊത്തം കെട്ടിയേക്കുക. അപ്പം തന്നെ ജിജി പറഞ്ഞു മാതാവേ എൻ്റെ മകനെ രക്ഷിക്കണം,
ആ മോൻ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, മാതാവിൻ്റെ അടുത്തുനിന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്, എൻ്റെ മോനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് അപ്പം തന്നെ കാലയിലും കയ്യിലും നെഞ്ചത്തും തൈലം പറ്റി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. 2 മാസത്തേക്ക് മരുന്ന് തന്നു വിട്ടു. 2 മാസം കഴിയുമ്പോൾ വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം അമൃതയിലെ ന്യൂറോ സർജൻ സതീഷ് കെ മേനോനാണ് മെയിൻ ആൾ. ആ പുള്ളീനാണ് കാണുന്നത്. ചെന്ന വഴി ഡോക്ടർ എന്നോണ്ട് വിശേഷം എന്നല്ല ചോദിച്ചത്. യു ആർ എ ലക്കി മാൻ, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം. ആ ഡോക്ടർ ഒരു ഹിന്ദുവാണ്. എന്നിട്ട് പോലും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കില്ല, നിങ്ങൾ 0 പോയിൻറ്റിൽ കിടന്ന് മലമൂത്രവും ഒഴിച്ച് കിടക്കുകയുള്ളൂ. നിങ്ങൾ ഭാഗ്യമുള്ളതുകൊണ്ടാണ്, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഫിസിയോതെറാപ്പി ചെയ്തു. ഇപ്പോൾ 9 മാസമായി. ഞാൻ നടക്കുന്നു, 2 വീലർ ഓടിക്കുന്നു, അതുപോലെ തന്നെ കാർ ഓടിക്കുന്നു. എൻ്റെ പഴയ ജോലിയിലേക്ക് തന്നെ ഞാൻ കയറി. ഇപ്പോൾ 1 മാസമായി എൻ്റെ പഴയ ജോലി തന്നെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുകയാണ്. ഇത് ഡോക്ടർ തന്നെ പറഞ്ഞു, ഞങ്ങളൊരു ഓപ്പറേഷൻ ചെയ്തു എന്നല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നതും ജോലി ചെയ്യുന്നതും നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതും. അല്ല, 2.5 വർഷം എല്ലാവരും ഞങ്ങളുടെ അയൽവക്കത്തുള്ള വ്യക്തികൾ പറഞ്ഞു, മറ്റുള്ളവരൊക്കെ പറഞ്ഞു, കുറഞ്ഞത് 2.5 വർഷമെങ്കിലും നിങ്ങൾ എടുക്കും ജോലി ചെയ്യാൻ പോകാനും, 1 വർഷമെങ്കിലും എടുക്കും നിങ്ങൾ എഴുന്നേറ്റ് നടക്കാനും. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ദൈവം, മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ 3 മാസമായപ്പോഴത്തേനും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഫിസിയോതെറാപ്പിയിലൂടെ ഞാൻ ആദ്യം വടി ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് വടി ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയായിരുന്നു. എന്നെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് വന്നത് അങ്കമാലിയിലെ ഡോക്ടറാണ്, ഫിസിയോതെറാപ്പി ഡോക്ടറാണ് വന്നത്. ഡോക്ടർ പറഞ്ഞു ജോസിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ട്, അപ്പോൾ ജോസ് എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന, ഒത്തിരി പേര് വിദേശത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടുകാർ എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പഴയ ജോസായിട്ട് എനിക്ക് ജോലിക്ക് പോകാനും എല്ലാത്തിനും എനിക്ക് സഹായിച്ചു. ദൈവം, യേശുനാഥൻ ചെയ്തു തന്ന 1000 നന്ദിക്കും മാതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തിനും 1000 നന്ദി പറയുന്നു. ഞാൻ വീഴുന്നതിന് മുമ്പാണെങ്കിൽ പാവങ്ങൾക്ക്, ഇപ്പോൾ ആശുപത്രി കിടക്കുന്ന രോഗികൾക്കൊക്കെ കടയിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കൊണ്ട് കൊടുക്കുകയും അനാഥാലയത്തിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. അതുപോലെ മരുന്നിന് ബുദ്ധിമുട്ടാണ്. ഞാൻ വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല. മരുന്നിന് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ കഴിവിനനുസരിച്ച് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകും, അച്ഛൻ്റെ ധ്യാനം കൂടും, പിന്നെ 3 ആഴ്ച കൂടുമ്പോൾ കുംസാരിക്കും. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 14-ാം തിരുവചനം. അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവൻ അവരെ സുഖപ്പെടുത്തി. ജോസ് ജോർജ് എന്ന ഈ മകൻ വലിയൊരു അപകടത്തിൽപ്പെട്ട് ഡോക്ടേഴ്സ് വിധി എഴുതി ഏകദേശം 2.5 വർഷക്കാലം അദ്ദേഹം എണീറ്റ് നടക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വിധി എഴുതിയ ഒരു വ്യക്തിയാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീണതിനെ തുടർന്ന് 34 സ്റ്റിച്ച് ഉണ്ടായിരുന്നു അയാൾക്ക് തലയിൽ. അതിനുശേഷം അദ്ദേഹം ഫുള്ളി പാരലൈസ്ഡായി. ഇങ്ങനെയുള്ളൊരു വലിയ തകർന്ന സ്ഥിതിയിൽ നിന്ന് വളരെ സങ്കടപ്പെട്ട അവസ്ഥയിൽ ഭാര്യ ജിജിയാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. എല്ലാവരും വിധി എഴുതി ഇദ്ദേഹം ഇനി എണീറ്റ് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, ജീവിതഭാരം കുറച്ച് നൽകുന്ന അമ്മ അവർക്ക് വലിയൊരു ആശ്വാസത്തിൻ്റെ വചനവും സൗഖ്യവുമാണ് കൊടുത്തിരിക്കുന്നത്. ശിമയോൻ ഈശോയെ കയ്യിലെടുത്തപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ ആശ്വാസമായി എന്നാണ്. ഈ ആശ്വാസം എന്നുള്ളത് രക്ഷകൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരുന്നത് പല വിധത്തിലാണ്. പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ രക്ഷയ്ക്കുള്ള ഒരു മധ്യസ്ഥയാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും,
എല്ലാ തകർച്ചകളെയും, എല്ലാ കണ്ണുനീരിനെയും, എല്ലാ പ്രതിസന്ധികളെയും, പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്നത് ഈ അൾത്താരയിൽ നാം ഉടമ്പടി ചെയ്യുമ്പോഴാണ്. നമ്മൾ അൾത്താരയിലേക്ക് കയറി വന്ന് ഉടമ്പടി ചെയ്യുന്ന എല്ലാ നിമിഷങ്ങളിലും അമ്മ നമ്മെ കൈപിടിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട എന്നരുളി ചെയ്തുകൊണ്ടാണ്. ഓരോ അപകടങ്ങളിലും പ്രതിസന്ധികളിലും ഈശോ നമ്മോടുകൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ധൈര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈശോ നമുക്ക് രക്ഷ തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദിവ്യബലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും വലിയ രക്ഷ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ഈശോ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നാം സാക്ഷ്യം കൈമാറുമ്പോഴും നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോഴും നാം കൃപാസനപത്രം മറ്റുള്ളവർക്ക് നൽകുമ്പോഴെല്ലാം ഈശോ പറഞ്ഞ ആ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നുള്ളത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജോസ് ജോർജിൻ്റെ ജീവിതം ഈശോ തിരിച്ചു നൽകിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് വളരെ ആരോഗ്യത്തോടുകൂടെ തുടർന്ന് ജോലി ചെയ്യുവാനും പഴയതുപോലെ ഈശോയെ പ്രഖ്യാപിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ കൃപ നൽകിയിരിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.